ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷെർനാസ് വേൾഡ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 5th വീക്ക് ഓഫ് പ്രഗ്നൻസി വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കുണ്ടാവുന്ന മാറ്റവും എന്തൊക്കെയാണ് ബേബിക്ക് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ വീക്കിലായിരിക്കും മിക്കവരുടെയും പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്ലഡിലെ ബീറ്റ HCG ലെവൽ കൂടിയിട്ടുണ്ടാവും. ഈ ടൈം യൂറിൻ ടെസ്റ്റ് ചെയ്താൽ ചിലർക്ക് അറിയണമെന്നില്ല. എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രഗ്നൻസി സിംറ്റംസ് അല്ലാതെ ബ്രസ്റ്റ് പെയിനും ഏരിയകളുടെ ഭാഗത്ത് ബ്ലാക്ക് ഷെയ്ഡും കാണപ്പെടുന്നുണ്ട്. ചിലർക്ക് സ്പോട്ട് ബ്ലീഡിംഗ് ഉണ്ടാവാറുണ്ട്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് വരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ 5th വീക്കിലാണ് ഞാൻ ആദ്യമായിട്ട് സ്കാൻ ചെയ്തത്. ആദ്യത്തെ സ്കാനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ട്രാൻസ്വേജൈനൽ വഴിയായിരിക്കും നമുക്ക് ആദ്യത്തെ 3 മാസവും സ്കാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബേബിയുടെ സൈസ് എന്ന് പറയുന്നത് ഒരു പൊട്ട് പോലെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ വീക്കിലായിരിക്കും കുഞ്ഞിൻ്റെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവസ് സിസ്റ്റം എന്നിവയൊക്കെ ഫോം ചെയ്യുന്നത്. ന്യൂറൽ ട്യൂബായിട്ട് സ്പൈനൽ കോഡും ബ്രെയിനും കണക്ട് ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞിന് ആവശ്യമുള്ള പ്രോട്ടീൻ യോക്സാക്ക് വഴിയാണ് കുഞ്ഞ് വലിച്ചെടുക്കുന്നത്. പിന്നെ ഈ ആഴ്ച തൊട്ടാണ് കുഞ്ഞിൻ്റെ വൃക്ക, കരൾ, ഹാർട്ട് എന്നിവയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ബട്ട് ഈ ടൈമിൽ നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണമെന്നില്ല. ചിലർക്ക് ഇത് 6 to 8 വീക്കിലായിരിക്കും കേൾക്കാൻ പറ്റുന്നത്. എനിക്ക് 7ാമത്തെ ആഴ്ചയിലായിരുന്നു ഞാൻ കേട്ടത്. പിന്നെ ഈ സ്കാനിൽ നമുക്ക് യോക്സാക്കും ജസ്റ്റേഷണൽ സാക്കും മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ സ്ഥിരമായി മെഡിസിൻ എടുക്കുന്നവരാണെങ്കിലോ മുമ്പത്തെ കുട്ടിക്ക് എന്തെങ്കിലും ജനിതക ഉണ്ടെങ്കിലോ അബോർഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ മറക്കാതെ ഈ കാര്യം ഡോക്ടറെ ഇൻഫോം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 5th വീക്കിൽ സംഭവിക്കുന്നത്. പിന്നെ എൻ്റെ ശബ്ദം അത്ര ക്ലിയർ ഒന്നും ആയിട്ടുണ്ടാവില്ല. 1 വീക്കായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാറുന്നതും ഇതുകൊണ്ടിട്ടാണ്. എനിക്ക് പാടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.